നമുക്കിന്നൊരു ടേസ്റ്റി മന്തി ഉണ്ടാക്കിയാലോ. ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും നോക്കാം. വാ, കാണിച്ചു തരാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് സവോള, ക്യാപ്സിക്കൻ, നടുകേറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാഗി ക്യൂബും ഓയിലും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത്, പക്ഷേ ഞാൻ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും കൂടി ചേർക്കാം, ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വെറും ഓപ്ഷണലാണ്. എന്നിട്ട് നേരെ ഈ ചട്ടി നേരിക്കൊണ്ട് സ്റ്റൗവിൽ വെക്കുക. മെല്ലെ ലോ ഫ്ലെയിമിലിട്ട് ഇത് മെല്ലെ മെല്ലെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു വേവുന്ന വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊന്ന് കുക്കായി വന്നാൽ അതിൽ നിന്ന് ചിക്കൻ മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറുനാരങ്ങയും അതേപോലെ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിന് പ്രത്യേകിച്ച് വെള്ളം കണക്കുകളൊന്നുമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ അരിയേക്കാളും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ നിൽക്കണം, അതാണ് അളവുള്ളത്. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒരു വേവിച്ച് വെച്ച ചിക്കൻ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഉപ്പിടാതെ ബാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും കുറച്ച് വിനിഗറും ചേർത്തിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടോ. മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത ചിക്കന് നമ്മൾ ഈ വെന്ത് വന്നിട്ടുള്ള നമ്മൾ റൈസിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ചാർക്കോളിൽ കത്തിച്ച് നമുക്കൊന്ന് സ്മോക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് സ്റ്റൗ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതി. 10-20 മിനിറ്റ് അങ്ങനെ തമ്മിൽ കിടക്കട്ടെ. എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ എൻ്റെ സാറേ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.